ഉദയ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണിത്. വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും ഈന്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ട്രാഫിക് ഉണ്ട്, അത്യാവശ്യം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് ബീച്ചിലെത്താം. ബീച്ചിലെത്തുന്ന വഴിയുള്ള കാഴ്ചകളാണ്. നമ്മളെ കിങ്ഡം മാൾ എന്ന് പറയുന്നത് ബഹ്റിനിലെ ഏറ്റവും വലിയ മാളുകളിലൊന്നാണ്. ഉദയ ടൗണിലാണ് റീച്ച് ആയിട്ടുള്ളത്. നമ്മളത് ബീച്ചിലേക്ക് പോവുകയാണ്. പബ്ലിക് ബീച്ച് എന്നുള്ള ബീച്ചാണ്. ഇവിടെ ട്രാഫിക് ഒക്കെ വളരെ നല്ല രസമാണ്. നാട്ടിലെ പോലെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റോ ഹോണടിയോ കാര്യങ്ങളൊന്നുമില്ല. വളരെ വൃത്തിയായിട്ടുള്ള രീതിയിൽ പോകും. ആൾക്കാർ കുറച്ച് ക്ഷമയുണ്ട്. ഇങ്ങോട്ടേക്ക് ഒരു സഹകരണത്തിൽ പോവുകയാണ്. ആക്ച്വലി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു കൾച്ചറാണ്. അതിവിടെ ശരിക്കും കൾച്ചർ എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിലുള്ള കൾച്ചറില്ലാത്ത ആൾക്കാർ വണ്ടി ഓടിച്ചില്ല, വളരെ മോശമാണ്. നമ്മൾ പുതിയ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പുതിയ ബീച്ചിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടെ കുറേ നിങ്ങൾ കാണുന്നുണ്ടാവും, കുറേ ഫ്ലാറ്റുകൾ കുറച്ചുണ്ടാവും. ഇവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആൾക്കാർ അറബികളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പുതിയ ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടാണ് കെയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ. നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതുകൊണ്ടോ കാട്ടിൽ പക്ഷികളും പ്രാവും എല്ലാം ഉണ്ട്. ഇവർക്ക് പ്രാവിന് ഭയങ്കര ഇഷ്ടം. മത്സ്യബന്ധനവും മറ്റ് യാത്രയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടുകളാണ് ഇതൊക്കെ. ഇവിടെ ഇപ്പോൾ എല്ലാം നോമ്പായതുകൊണ്ടാവുന്നു മൊത്തം കടയിലേക്ക് ഏറ്റിട്ട് മൊത്തത്തിൽ ടൂറിസം എല്ലാം ഇല്ല, ഓഫാണ്. പുതിയ ബീച്ചിലുള്ള പാലസാണ്. രാജാവിന്റെ ഉണ്ടാവില്ലേ? രാജാവ് ഇവിടെ പോയിട്ടുണ്ടാവല്ലേ? രാജാവ് ചില്ലി ഉണ്ട്. ഇതാണ് പാലസ്. കാണാൻ പറ്റിയിരിക്കും. വളരെ വലിയ മതിലുകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നാട്ടിലെ മൈസൂർ പാലസ് പോലെയല്ല, വ്യത്യാസമുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ വന്നത് ഇവിടെ ദേശീയ വാഹനമായ നിസാൻ സണ്ണിയിലാണ്. ഇവിടുത്തെ പാർക്ക് അപ്പോൾ വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് പനിയും മറ്റു കാര്യങ്ങളും. അപ്പുറത്ത് കുറച്ച് ബിൽഡിങ്ങുകൾ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് പാലസ് ഞാൻ നേരത്തെ പറഞ്ഞ. ഇതാണ് കടല്. ഒരു ഐലൻഡ് പോലെ സംഭവം. ഇവിടുത്തെ കുഴി വളരെ രസമാണ് ഗൈസ്. ഒരു കറുത്ത കല്ലൊക്കെ ഉണ്ട്. നമ്മളതിപ്പോൾ അങ്ങനെ പോകുന്നത്
കടലിൻ്റെ തീരത്തേക്കാണ്. ഇവിടെ കാക്കയ്ക്ക് പകരം മൊത്തം പ്രാവാണ്. ഇവിടെ കാക്കയില്ല എന്ന് തന്നെ പറയാം. നല്ല കാറ്റുണ്ട്. സൗണ്ട് എത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അവിടെ ചേട്ടൻ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ചേട്ടൻ മീൻ വല്ലതും കിട്ടുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. ഇതാണ് പാലസ്. കാരണം വളരെ വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അംശമോ കാര്യങ്ങളിലും എല്ലായിടത്തും ഡസ്റ്റ്ബിന്നും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ഇവിടുന്ന് ഒരു കാണാൻ പറ്റുന്നെങ്കിൽ ഒരു പച്ച കാണുന്ന അവിടെ വരെ നടക്കാം. ഈ വെള്ളത്തിൻ്റെ ഒരു ഏകദേശം ½ കിലോമീറ്ററാണ് നടക്കാൻ പറ്റും. ഇവിടെ ബ്യൂട്ടിഫൈ ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല രസമുള്ള കടൽ. ഇതൊരു ചെറിയ കെട്ട് പോലത്തെ സ്ഥലമാണ്. കല്ലും കാര്യങ്ങളൊക്കെ കാറ്റടിക്കട്ടെ. കാറ്റ് രക്ഷയില്ല. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. കാണുന്നുണ്ടാവും. അത്രയും ക്ലിയർ ആണ് വെള്ളം. മെയിനായിട്ട് ഒരു അറബി ചേച്ചി ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസ് എടുക്കുകയാണ്. ക്ലിയർ, ഇത്ര ക്ലിയർ വെള്ളമാണ്. കാണുന്നുണ്ടാവും. പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളൊന്നും ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇല്ലാതെ പറയുന്നില്ല. ഇവിടെ ക്ലിയർ ചെയ്ത് വൃത്തിയായി കൊണ്ടിരിക്കുന്നുണ്ട്. കാറ്റാണ്, രക്ഷയില്ലാത്ത കാറ്റാണ്. പക്ഷേ രസകരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്ഥലം. എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. നൈറ്റ് നല്ല ഭംഗിയായിരിക്കും കാണാൻ. കാരണം എവിടെയും വെളിച്ചില്ലായ്മ എന്നൊരു പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുക വരെ വേണ്ട. നമ്മൾ ഓരോരോ ഐലൻഡുകൾക്കും ടൈപ്പ് പാലങ്ങളാണ് വരുന്നത്. ഒരു ഐലൻഡ് ഒരു ഐലൻഡ്. അത് കുറേ ഐലൻഡ്സ് കൂടിയതാണ് ആക്ച്വലി ബഹ്റിൻ. നിങ്ങൾക്ക് അറിയാൻ മതിയാവും. അവിടെ ഒരു ദ്വീപ് പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ രസമുണ്ട്. ഒരു റിസോർട്ടാന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം അധികം മണ്ണിട്ടിട്ട് നികത്തി ആണ് ചെയ്യുന്നത്. കടലിലേക്ക് ഇങ്ങനെ നികത്തി കൊണ്ടുവന്നത്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ക്ലീൻ ആൻഡ് നീറ്റ് സിറ്റിയാണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ താമസിക്കുന്ന ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള. ചേട്ടൻ വന്നിട്ടിരുന്നു. ചേട്ടൻ നമ്മളെ നോക്കാൻ വേണ്ടി വന്നതാണ്. എന്തുകൊണ്ട് ടൈപ്പാണെന്നുള്ള സെക്യൂരിറ്റി വന്നു. പള്ളിയുണ്ട്. വേറെ പ്രത്യേകത, മിഡിൽ ഈസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും കൂടുന്ന സ്ഥലത്തും മോസ്റ്റ്ലി ഒരു പള്ളി ഉണ്ടാവും, ഒരു മോസ്ക്. അപ്പോൾ അങ്ങനെയാണ് അവരൊരു കൾച്ചർ.